അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനാണ് നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദർസുസ്സാനി, രണ്ടാമത്തെ പാഠം, യൗമുൽ ഫുർഖാൻ. അള്ളാഹുവേ, ഈ ചെറുസംഘം നശിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് നിന്ന് നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവുകയില്ല. ബദറിലെ പന്തലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. സ്വഹാബത്തിൻ്റെ കൈവശം മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. 14 സ്വഹാബികൾ ഷഹീദായി. മുശ്രിക്കുകളിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ തടവിലാവുകയും ചെയ്തു. അവർ പിന്തിരിഞ്ഞോടി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധർമ്മസമരമാണ് ബദർ. എന്തിനായിരുന്നു ബദർ? മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു. അക്രമം അഴിച്ചുവിട്ടു. സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അവർ തീരുമാനിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നാടും വീടും വിട്ട് മദീനയിലേക്ക് ഹിജറ പോയി. മുഹാജിറുകളുടെ സമ്പത്ത് മുശ്രിക്കുകൾ കൈക്കലാക്കി. മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭം അവർ അതിന് ഉപയോഗിച്ചു. ഇത് പ്രതിരോധിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും അനിവാര്യമായിരുന്നു. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പുറപ്പെട്ടു. സംഘത്തിൽ 313 പേരുണ്ടായിരുന്നു. അബൂ സുഫിയാൻ വിവരമറിഞ്ഞു. സഹായത്തിനായി മക്കയിലേക്ക് ദൂതനെ അയച്ചു. അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ 1000ഓളം യോദ്ധാക്കളുള്ള ഒരു സൈന്യം പുറപ്പെട്ടു. ഹിജറ 2ാം വർഷം റമളാൻ 17 ബദറിൽ വെച്ച് ഈ ഇരു സംഘവും ഏറ്റുമുട്ടി. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവും മുസ്ലിങ്ങൾക്ക് തുണയായി അവർ വൻ വിജയം നേടി. ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് അവരുടെ പേരുകൾ എഴുതി നാം ബറക്കത്തെടുക്കുന്നു. അവരെ തവസ്സുലാക്കി നാം ദുആ ചെയ്യുന്നു. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. എല്ലാവരും ജവാബ് ചൊല്ലി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ. മഗ്രിബ് അദാൻ കേട്ടപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു. ബറക്കത്തിൻ്റെ ഭക്ഷണം കഴിച്ചു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, നിശ്ചയം ബദറിൽ നാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവിടെ കാണാം നഖ്റഉ വനഫ്ഹം, വായിക്കുക, മനസ്സിലാക്കുക. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി അവിടെ ചുവട്ടിൽ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബദരിയൂൻ, ബദരീങ്ങൾ. തിജാറത്ത്, കച്ചവടം. യൗമുൽ ഫുർഖാൻ, ബദർ ദിനം. അഫ്ളലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠർ. ഷഹീദ്, രക്തസാക്ഷി. തബറുക്ക്, ബറക്കത്തെടുക്കൽ. അബൂ സുഫിയാൻ, ഖുറൈശികളുടെ കച്ചവട സംഘത്തലവൻ. ജിഹാദ്, ധർമ്മസമരം. ജവാബ്, മറുപടി. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുസ്സാനി, യൗമുൽ ഫുർഖാൻ. നംല ഉൽ ജദ്വൽ, പട്ടിക പൂരിപ്പിക്കുക. അവിടെ കാണാം മഅരിക്കത്തു ബദർ യുദ്ധം. അവിടെ നേതാവ് മുസ്ലിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുശ്രിക്കീങ്ങളുടെ അബൂജഹൽ. സൈനിക എണ്ണം മുസ്ലിങ്ങൾ 313, മുശ്രിക്കീങ്ങൾ 1000ഓളം. ആയുധശേഷി, മതിയായ ആയുധങ്ങൾ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്ക്. സർവായുധ സജ്ജർ. ഇനി ബന്ദികൾ മുസ്ലിങ്ങൾ ഇല്ല, മുശ്രിക്കുകളിൽ 70. വിജയികൾ മുസ്ലിങ്ങൾ, പരാജിതർ മുശ്രിക്കീങ്ങൾ. ഇനി ഉത്തരം എഴുതുക. നുജീബ്, എണ്ണവും സജ്ജീകരണവും കുറവായിട്ടും മുസ്ലിങ്ങൾ ബദറിൽ വിജയിച്ചു. എന്തുകൊണ്ട്? ഉത്തരം,
അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. ചോദ്യം 2. ബദരീങ്ങൾക്ക് എത്ര മാത്രം ശ്രേഷ്ഠതയുണ്ട്? ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഇനി അവിടെ കാണാം ബദർ യുദ്ധത്തിൻ്റെ കാരണമെന്ത്? 3-ാമത്തെ ചോദ്യം. ഉത്തരം: മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു, അക്രമം അഴിച്ചുവിട്ടു, സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അവർ തീരുമാനിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നാടും വീടും വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. മുഹാജിറുകളുടെ സമ്പത്ത് മുശ്രിക്കുകൾ കൈക്കലാക്കി. മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭം അവർ അതിന് ഉപയോഗിച്ചു. ഇത് പ്രതിരോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും അനിവാര്യമായിരുന്നു. ഇനി ചോദ്യം 2. 4. ബദർ യുദ്ധത്തിന് ലോക ചരിത്രത്തിൽ തുല്യതയില്ല, എന്തുകൊണ്ട്? ഉത്തരം: സ്വഹാബത്തിൻ്റെ കൈവശം മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നും വിജയം കൈവരിച്ചു. 14 സ്വഹാബികൾ ഷഹീദായി. മുശ്രിക്കുകളിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ തടവിലാക്കുകയും ചെയ്തു. അവർ പിന്തിരിഞ്ഞോടി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധർമ്മസമരമാണ് ബദർ.